ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സുമിത്രയും അതുപോലെ തന്നെ മാനസയും കൂടി സംസാരിക്കുകയാട്ടോ ചെയ്യുന്നത്. സുമിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാനസയോട്. കാരണം ബലരാമൻ്റെ സോപ്പിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ബലരാമൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്നു കേട്ടോ. അവൻ ആളൊരു പാവമാണ്. കാരണം എന്താ വെച്ചാൽ അവനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ തിരിച്ച് സ്നേഹിക്കാനേ പാവം അവനറിയുള്ളൂ. ആരും ഉപദ്രവിക്കാനൊന്നും അവനറിയില്ല. അത്രയും നിഷ്കളങ്കമായ മനസ്സാണ് അവനുള്ളതെന്ന് പറയുന്നു. പക്ഷേ ദേഷ്യം വന്നാൽ, അതായത് അവനെ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനായി മാറും എന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ പിന്നെ നിൻ്റെ കഷ്ടകാലം. പക്ഷേ കണ്ണീരിൽ ബലരാമൻ എന്നും വീഴും. അങ്ങനെയാണല്ലോ ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നതെന്ന് പറയുന്നു. പിന്നെ ഞാനൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ബലരാമൻ്റെ ആസ്തി എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. അലികയുടെ ആസ്തി എത്രയെന്നറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 700 കോടി എന്ന രീതിയിലൊക്കെ പറയുന്ന സമയത്ത് തന്നെ പക്ഷേ ബലരാമൻ്റെ ആസ്തി 3000 കോടിയാണെന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കേൾക്കുമ്പോഴത്തേനും മാനസ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും സമ്പത്തുള്ള ഒരാളോ? എല്ലാം കൊണ്ടും കൃഷ്ണേക്കാൾ മുകളിൽ തന്നെയാണ് ബലരാമൻ. സ്നേഹം കൊണ്ടും ഏതൊരു പെണ്ണിൻ്റെയും മുഖത്ത് നോക്കിയിട്ടില്ല എന്നല്ലേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്നെയും ഭാഗ്യശ്രീ അല്ലാതെ വേറൊരു പെണ്ണ് അവൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു. കൃഷ് നേരെ തിരിച്ചാണ്. ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും കൃഷിൻ്റെ അടിമകളായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കൺമണിയെ കണ്ടപ്പോൾ എല്ലാം തന്നെ മറന്നു എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. പക്ഷെ ബലരാമൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്നേഹിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കാം. പിന്നെ വിവാഹത്തിന് തയ്യാറാണ് സമയത്ത് ബലരാമൻ മറ്റാരോടും അടുക്കാതെ തന്നെ നീ ശ്രദ്ധിക്കില്ല. നിന്നോടാണ് അവനെ അടുക്കേണ്ടത്. നീ പറയുന്നത് മാത്രമാണ് അവൻ അനുസരിക്കേണ്ടത്. അതെല്ലാം നീ ചെയ്യണം. പിന്നെ ആൻറ്റിയമ്മയെ നിൻ്റെ കയ്യിലാക്കണം. എല്ലാം നേടിയ ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അവിടെ പ്രവർത്തിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു എന്ന രീതിയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് ആൻറ്റിയമ്മ വിളിക്കുന്നുണ്ട്. ആൻറ്റിയമ്മ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൃഷ്ണനെയും കൺമണിയെ രക്ഷിച്ചു ബലരാമൻ എന്ന രീതിയിൽ. ആ സമയത്ത് തന്നെ സുമിത്രയോട് ചെന്ന് പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ കാര്യങ്ങൾ അനുകൂലമായി തന്നെ നടക്കാൻ പോവാണ്. ഇനി കണ്ടോ എന്താ അവിടെ വരാൻ പോകുന്നതെന്ന്. കൃഷാണെങ്കിലോ ബലരാമനെ ഏട്ടനായിട്ട് തന്നെ സ്വീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നു. എന്നാൽ നമ്മൾ വിചാരിച്ച പോലെ ഇനി കാര്യങ്ങൾ നടക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീടും കാട്ടിൽ തന്നെയാട്ടോ കാണിക്കുന്നത്. അങ്ങനെ ബലരാമൻ വരുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളെ അടിച്ചൊതുക്കുന്നുണ്ട് കേട്ടോ. ബലരാമനെ കാണുമ്പോൾ കൃഷിനും ഒരു അത്ഭുതം പോലെയാണ് തോന്നുന്നത്. അങ്ങനെ വരുണിന് ഇതാരാണ് വന്നിരിക്കുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ ഗുണ്ടകളെയൊക്കെ അടിച്ച് പഞ്ഞിക്കിടുന്നുണ്ട്. എല്ലാവരും ആ പുഴയിൽ ചാടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ബലരാമൻ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ് ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചതിന് എന്ന് പറയുന്നു കേട്ടോ. എനിക്ക് നന്ദിയൊന്നും വേണ്ട. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ താങ്ക്സ് ഏട്ടാ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴത്തേനും ബലരാമൻ കൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണിയും വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ വരുൺ പറയുന്നുണ്ട്, എന്നെ എല്ലാവരും ഒന്നായല്ലോ, എന്നെ ഒന്ന് അഴിച്ചുവിടേ എന്ന് പറയുന്നുണ്ട്. ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇതാണോ വരുണ്? കൺമണിയുടെ പുറകെ നടന്ന് അവളെ ശല്യം ചെയ്യുന്ന ആളാണ് ഇവൻ. കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വിശ്വട്ട് അവൻ്റെ കെട്ട് അഴിച്ചു വിടുമെന്ന് പറയുന്നു. അങ്ങനെ അഴിച്ചു വിടുമ്പോഴത്തേനും എന്തായാലും സന്തോഷമായില്ലേ, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അവസാനിച്ചില്ലേ എന്ന രീതിയിലൊക്കെ ഒരു സൈക്കോ മട്ടിൽ അവിടെ സംസാരിക്കുന്നു കേട്ടോ. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ ബലരാമൻ പിടിച്ചു വെക്കുന്നുണ്ട് വരുണിനെ. ഇതാരാന്നറിയോ? ഈ കൺമണി എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഇതിൻ്റെ ശല്യം ഇനി ഒരിക്കലും ഇവളുടെ മേത്തുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഇവളെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ ഞാൻ വിട്ടെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ഇവന് ശിക്ഷ കൊടുക്കേണ്ടത് ഏട്ടാ നമ്മളല്ല, കൺമണിയാണെന്ന് പറയുന്നു. കൺമണിയോട് ബലരാമൻ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിപ്പോൾ ഇവന് കൊടുത്തേക്ക് എന്ന് പറയുന്നു. നിൻ്റെ സകല ശക്തി ഉപയോഗിച്ച് ഇവനെ അടിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ബലരാമൻ്റെ വാക്ക് കേട്ട് കൺമണി വരുണിനെ നല്ലൊരു തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എന്നാൽ ഞാൻ പോട്ടെ. അങ്ങനെ നീ പോകണ്ടല്ലോ വിശ്വട്ടാ, ഇവനെ സ്റ്റേഷനിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. പിന്നീട് നമുക്കിന്ന് പോയാലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി 3 പേരും വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൃഷ്ണയൊക്കെയാണ് കേട്ടോ. കൃഷ്ണ വരുമ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും മോനെ നീ എനിക്ക് എന്ത് പറ്റിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് സുജി വിഷമിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ബലരാമനോടും നിന്നെ ഒരു നിമിഷമെങ്കിലും ഈ അമ്മ സംശയിച്ചു. അതിന് തെറ്റ് പറയാൻ പറ്റില്ല അമ്മേ. അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ അനിയനെയും അനിയത്തിയെയും എനിക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ?
എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെ സാഗറും അതുപോലെ തന്നെ എനിക്ക് പറയുന്നുണ്ട്, എനിക്കിനി 2 മക്കളാണ് എൻ്റെ ഇടവും വലവും നിൽക്കാനായിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി എന്തിനാ ഞാൻ പേടിക്കുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും കൃപ വരുന്നുണ്ട്. എന്തായാലും 2 മക്കളെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടേ? നീയില്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ കൃപയെന്ന് പറയുന്നുണ്ട്. കണ്ടോ ഇപ്പം കണ്ടില്ലേ എൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ കൺമണി അവിടെ നിൽക്കുന്നുണ്ട്. എന്താ മോളെ നീ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയുടെ അടുത്തേക്ക് പോവാട്ടോ കൃപ. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, എന്തായാലും കൺമണി കണ്ടില്ലേ, കൺമണിയെ മനസ്സിലായില്ലേ എന്ന് പറയുന്നുണ്ട്. കൺമണിയുടെ പവർ എന്താണെന്ന് മനസ്സിലായില്ലേ, കൺമണി എല്ലാവരെയും അടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, കൺമണിയുടെ അടിയുടെ കാര്യമൊക്കെ എനിക്ക് ആദ്യം അറിയുന്നതാണ്. ഞാൻ എത്ര വിളിച്ചിട്ടും ബിഹാറിലേക്ക് വരാത്ത ഒരാളാണ് കൺമണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃപ പറയുന്നുണ്ട്, എന്തായാലും ആര് വിളിച്ചാലും ബിഹാറിക്ക് എന്നല്ല, ഏത് കമ്പനിയിലേക്കും അലിക വിട്ട് വരില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലികയിലാണ് കൺമണിയുടെ പ്രാണനുള്ളതെന്ന് പറയുന്നു. കൃഷ്ണ ഉദ്ദേശിച്ചാട്ടോ അങ്ങനെ പറയുന്നത്. അതിനുശേഷം തന്നെ ബലരാമൻ പറയുന്നുണ്ട്, എന്നാലും ബിഹാറിലേക്ക് വരാം, ചിലപ്പോൾ വേണമെങ്കിൽ ഇനി ആലോചിക്കാം എന്ന രീതിയിലൊക്കെ കൃപ പറയുന്നുണ്ട്. അങ്ങനെ സാഗർ പറയുന്നുണ്ട്, അങ്ങനെ ഏത് കമ്പനിയിലേക്കും പോകുന്നില്ല, എൻ്റെ മകൻ്റെ കമ്പനിയൊക്കെ ആയിരിക്കും ബിഹാറൊക്കെ, പക്ഷേ കൺമണി അലികയുടെ സ്വകാര്യ സ്വത്താണ്, അത് അവൾ അവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം എല്ലാവർക്കും സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. കൺമണി ഇല്ലെങ്കിൽ ഇതൊന്നും തന്നെ നടക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്ര കോടികൾ തന്നാലും ഞങ്ങളുടെ കൺമണിയെ ഞങ്ങൾ വിട്ടു കൊടുക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് സാഗർ പറയുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, എവിടെ വരുൺ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് സാഗർ. വരുണിൻ്റെ കാര്യമൊന്നും പറയണ്ട, മിക്കവാറും വിശ്വേട്ടൻ്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാനെന്ന് പറഞ്ഞില്ലേ നമ്മൾ കൊടുക്കില്ലേ, അതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ അവിടെ സംഭവിക്കാമെന്ന് കണ്ടു തന്നെ അറിയണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സാഗർ കുടുംബത്തിന് വലിയ ആഘോഷങ്ങളൊക്കെ ആയിട്ടാണ് ഇനി വരാനായിട്ട് പോകുന്നത്. മക്കളെല്ലാവരും ഒന്നായി കഴിഞ്ഞു. ഇത്രയും കാണിച്ചുകൊണ്ട് അന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിഞ്ഞ പ്രമമായിട്ട് കാണാം.